CPM-നെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വരികയാണ് ഇത്രയും കാലം ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കായിരുന്ന സമസ്ത കാന്തപുരം വിഭാഗം. CPM നിലപാടുകൾ വർഗീയ വിഭജനം ഉണ്ടാക്കുന്നവരെ സഹായിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ രാഷ്ട്രീയം പഠിക്കണമെന്നുമാണ് വിമർശനം. വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശത്തോട് CPM കാണിച്ച മൃദു സമീപനവും ഒടുവിൽ തൃശൂരിലെ ഓണം വിവാദത്തിൽ എടുത്ത നിലപാടുമാണ് കാന്തപുരം വിഭാഗത്തെ ചൊടിപ്പിച്ചത്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് വിശദവിവരങ്ങളുമായി. ഷഹീദ്, വല്ലാതെ കാന്തപുരം വിഭാഗം തിരിഞ്ഞു നിൽക്കുകയാണോ? എന്താണ് ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ, നിലപാടുകളൊക്കെ എന്തായിരിക്കും? മോത്തി, ഗുഡ് മോർണിംഗ്. സമസ്തയിൽ പിളർപ്പുണ്ടായതിനു ശേഷം CPM-നോട് ഇടതുപക്ഷത്തോട് ഒട്ടിനിന്ന ഏറെക്കുറെ അവരുടെ വോട്ട് ബാങ്കായി നിന്ന ഒരു സംഘടനയാണ് സമസ്ത AP വിഭാഗം, കാന്തപുരം വിഭാഗം ഒക്കെ വിളിക്കുന്ന സമസ്ത. പ്രത്യേകിച്ചും 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സർക്കാർ എടുക്കുന്ന നിലപാടുകളോട് CPM-ന്റെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ വളരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അവരാണിപ്പോൾ വലിയ രൂക്ഷമായ വിമർശനവുമായി പ്രത്യേകിച്ചും ആ സംഘടനയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതും ആ വിമർശനം ചെറിയ വിമർശനമല്ല. CPM-ന്റെ സെക്യുലർ ക്രെഡൻഷ്യൽ, മതേതരത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട്, മതേതരത്വ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ കാന്തപുരത്തിനെതിരെ നടത്തിയ ഒരു വിഭാഗീയമായ അല്ലെങ്കിൽ ഒരു വിവാദമായ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ആ കാന്തപുരമാണ് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, സർക്കാർ എന്ത് തീരുമാനമെടുക്കുന്നു കാന്തപുരം തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. പക്ഷേ അതിനോട് CPM വളരെ മൃദു സമീപനം സ്വീകരിച്ചു. അക്കാര്യത്തിൽ ഒരു തിരുത്തൽ നടത്താനോ വെള്ളാപ്പള്ളിയെ ആ രീതിയിൽ വിമർശിക്കാനോ CPM തയ്യാറായില്ല എന്ന് തുടങ്ങിയ കുറച്ച് വിമർശനങ്ങൾ കുറച്ച് കാര്യങ്ങളായിട്ട് സംഘടനക്കകത്തുണ്ട്. അതിനിടെയാണ് തൃശ്ശൂരിലെ ഈ ഓണാഘോഷ വിവാദവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത്. ഈ തൃശ്ശൂരിലെ ആ സ്ഥാപനം കാന്തപുരം വിഭാഗത്തിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനമാണ്. അവർ വിശദീകരിക്കുന്നത് അതൊരു സ്കൂൾ അധ്യാപികയല്ല ആ ഒരു പരാമർശം നടത്തിയത്. കുട്ടികൾക്ക് മതപഠനം നടത്തുന്ന, മതക്ലാസുകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ, ആ സ്കൂളിനോട് ചേർന്നുള്ള മറ്റൊരു സ്ഥാപനത്തിലെ അധ്യാപികയാണ്. അത് തന്നെ അധ്യാപികയ്ക്കെതിരെ നടപടിയെടുത്തു. അതിനുശേഷവും ആ സ്ഥാപനത്തിലേക്ക് പ്രകടനവും പ്രതിഷേധവും സമരവും ഒക്കെയായി CPM DYFI പ്രവർത്തകർ എത്തുകയാണ്. ഇത് സംസ്ഥാനത്ത് വിഭാഗീയമായ ഒരു വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്നൊരു നിലപാടാണ് CPM ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. SSF കുറച്ചുകൂടി കടന്ന വിമർശനം, രാഷ്ട്രീയം പഠിക്കണം, DYFI രാഷ്ട്രീയം പഠിക്കണം, സ്യൂഡോ സെക്യുലറിസമാണ് DYFIക്ക് എന്ന് തുടങ്ങിയുള്ള രൂക്ഷമായ വിമർശനമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് തൃശ്ശൂരിലെ വിഷയവുമായി മാത്രം ബന്ധപ്പെട്ടുള്ളതല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി CPM സംഘടനാ സംവിധാനം. ഏതായാലും CPM-ന്റെ വലിയ വോട്ട് ബാങ്ക് ആയിരുന്ന കാന്തപുരം വിഭാഗം ഇപ്പോൾ എതിർത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. അതിന്റെ രാഷ്ട്രീയ വിശദാംശങ്ങളാണ് ഷഹീദ് പങ്കുവച്ചത്.